Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ ധന്യനാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും മേഴ്സി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം സർവ്വകാലവുമായ ദൈവം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സദാസന്മാരെ ഈ ഒരുക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവുമായി ഈ സന്ധ്യാസമയത്ത് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ആനന്ദത്തോടെ സ്തോത്രം ചെയ്യാൻ ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശുശ്രൂഷ പ്രാർത്ഥിച്ചാരംഭിക്കാനായിട്ട് വരികയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനായി അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അനേകരിൽ രൂപാന്തരം ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ദൈവമേ സംസാരിക്കുന്ന കർത്തദാസന്മാരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ച എല്ലാ ശ്രോതാക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. തുടർന്ന് ദൈവമേ നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. ഗാനങ്ങൾ ആലപിക്കുവാൻ അങ്ങയുടെ ദാസന്മാരെയോട് ബലപ്പെടുത്തണമേ. വചനം സംസാരിക്കുവാൻ വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തിൽ സതിയിലായിരിക്കട്ടെ. പ്രാർത്ഥനയിലായി സ്തോത്രം സർവ്വവും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് പദവിയും അവരും ഗാനങ്ങൾ ആലപിക്കും. കരുവേണ്ടി സൗരമാലേശ്വരി.
43 സങ്കീർത്തനം എൻ്റെ 5-ാമത്തെ വാക്യം വായിക്കും. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ പ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകും എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിച്ച് കേൾപ്പിക്കപ്പെട്ടത് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആത്മാവിൽ മുറിവുണ്ടായിരിക്കുക. ആത്മാവിൻ്റെ മുറിവിനെ സൗഖ്യമാക്കുവാൻ, ആത്മാവിൻ്റെ മുറിവിനെ ഉണക്കുവാൻ ആർക്കും കഴിയാതെ ഇരിക്കുക. ലോകപ്രകാരം പുറമേയുള്ള നമ്മുടെ മുറിവുകളെ ഉണക്കുവാൻ, പുറമേയുള്ള ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തുവാൻ ലോകവൈദ്യന്മാർക്ക് കഴിയും. എന്നാൽ ആത്മാവിന്റെ അകത്തുണ്ടാകുന്ന മുറിവ്, മാനസികമായി തകർന്നു പോകുന്ന അനുഭവങ്ങൾ, മാനസികമായി മനുഷ്യർ പറയുന്ന കുത്തുവാക്കുകൾ, പലതും തകർന്നിരിക്കുന്ന അനുഭവത്തിൽ ആ ആത്മാവിന്റെ അനുഭവങ്ങൾക്ക് സൗഖ്യം വരുത്തുവാൻ, ആത്മാവിന്റെ തകർച്ചയ്ക്ക് മാറ്റം വരുത്തുവാൻ ആരാലും കഴിയാതെ ഇരിക്കുമ്പോൾ ആത്മാവിന്റെ ഉടയവനായവൻ ആത്മാവിന്റെ ഞരക്കത്തെ കണ്ട്, ആത്മാവിന്റെ തകർച്ചയെ കണ്ട്, മനസ്സിന്റെ തകർച്ചയെ കണ്ട് കടന്നു വന്ന് മനസ്സ് തകർന്നവനെ സൗഖ്യമാക്കുന്നവനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, അബ്രഹാം ബഹുസമ്പന്നന. ദൈവം പറഞ്ഞ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതാ. എന്നാൽ ബഹുസമ്പന്നനായിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ അകത്തളങ്ങളിൽ അവന് ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖത്തെ മാറ്റുവാൻ മനുഷ്യമായി ആർക്കും കഴിയാതിരിക്കുക. അബ്രഹാം പറയുന്നു, എന്റെ ഈ സമ്പത്തിന്റെ എല്ലാം അവകാശം എന്റെ കാലശേഷം ഏലിയാസാണ് ലഭിക്കാൻ പോകുന്നത്. എനിക്കൊരു തലമുറ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആത്മാവിൽ ഞെരുങ്ങി കൂടാരത്തിന്റെ അകത്തായിരിക്കുമ്പോൾ അവനെ വിളിച്ചു വേർതിരിച്ച, അവന്റെ പേർച്ചൊല്ലി വിളിച്ച ദൈവം അവന്റെ കൂടാരത്തിന്റെ അകത്ത് ഇറങ്ങി വന്ന് അബ്രഹാമിനോട് സംസാരിക്കുക. അബ്രഹാമേ, നീ കൂടാരത്തിന്റെ വെളിയിൽ ഇറങ്ങി വാ, ഞാൻ നിന്നോട് ചില വാഗ്ദത്തങ്ങളെ പറയുവാനായിട്ട് പോകുക. അബ്രഹാമിനെ കൂടാരത്തിന്റെ വെളിയിൽ ഇറക്കി അവനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഭൂമിയിലെ മണൽത്തരികളെ നോക്ക്, അതുപോലെ നിന്റെ തലമുറയാക്കുമെന്ന് പറയുവാൻ ഇവിടെയായിരുന്നു. ആ വാഗ്ദത്തം അവന് ലഭിക്കുക. ആത്മാവിന്റെ ആ മുറിവിനെ ഉണക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തം അവനെ നിവർത്തിച്ച് അവന് തലമുറയെ കൊടുത്ത് ദൈവം മാനിക്കുവാൻ ഇവിടെയായിരുന്നു. ദൈവസന്നിധിയിൽ അബ്രഹാം വാഗ്ദത്തം കിട്ടിയ അബ്രഹാം ദൈവസന്നിധിയിൽ ദൈവത്തിന് യാഗം കഴിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയവനല്ല. അവൻ ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് പോകുന്നവനായിരുന്നു അബ്രഹാം. ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ചില ഞെരുക്കങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, തകർന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ ആത്മാവിനെ ഇവിടെ കടന്നു വന്ന് നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഒരു ശക്തനായ ദൈവമാണ്. അതുപോലെ അടുത്ത് പറയുക, ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ഈ ആത്മാവിനെ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കണം. നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ ആയുസ്സിൽ ജീവിക്കുമ്പോൾ നല്ല ഭവനം വേണം, നല്ല വീട് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല സാധനം വേണം, ജീവനത്തിന്റെ മാർഗങ്ങളൊക്കെ വഴികളെയൊക്കെ തുറക്കണമെന്ന നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ അതിലൊക്കെ പ്രത്യാശ വയ്ക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് അത് നേടുവാൻ ഇടയായി തീരുന്നുണ്ട്. അങ്ങനെ പ്രത്യാശ വെക്കുമ്പോൾ ഭക്തൻ പറയാം, ദൈവത്തിലാണ് പ്രത്യാശ വെക്കേണ്ടത്. പലപ്പോഴും നമ്മളും ദൈവത്തിലാണ് പ്രത്യാശ വയ്ക്കുന്നത്, ദൈവസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൊരിന്ത്യലേഖനം 15-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: ഈ ആയുസ്സിൽ
മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യനും അനിഷ്ടനത്രേ. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യനും അനിഷ്ടനാണെന്ന് പറയുക. പലരും ഈ ആയുസ്സിൽ ആ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് പുരുഷാരം യേശു കർത്താവിനോട് കൂടെ പോവുകയാണ്. ഈ കടന്നു പോകുന്ന പുരുഷാരത്തിന് പലവിധമായ ആഗ്രഹങ്ങളാണുള്ളത്. യേശുവിനോട് കൂടെ പോയാൽ ആഹാരത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. യേശുവിന്റെ കൂടെ പോകുന്നതുകൊണ്ട് വയറു നിറച്ച് ആഹാരം കഴിക്കാം. ചിലർ പറഞ്ഞ് യേശുവിന്റെ കൂടെ പോയാൽ രോഗസൗഖ്യം കിട്ടും, അതുകൊണ്ട് യേശുവിന്റെ കൂടെ അവർ പോവുക. ചിലർ പറഞ്ഞ് ഇവന്റെ കൂടെ പോയാൽ നമ്മുടെ തലമുറകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കും, അതുകൊണ്ട് അവന്റെ യേശുവിന്റെ കൂടെ പോവുക. പലരും പലതിനും വേണ്ടി യേശുവിന്റെ കൂടെ പോവുക. വലിയൊരു പുരുഷാരമാണ് കൂടെ പോകുന്നത്. ക്രിസ്തുവിൽ നിന്ന് ചിലത് അത് ഭൗതികമായ ചിലത് നേടിയെടുക്കുവാൻ വേണ്ടി അതെ പലരും ആ യേശു കർത്താവിനോട് കൂടെ പോവുക. എന്നാൽ ഒരു പറ്റം പേര് കടന്നു പോകുന്നത്, ന്യൂനപക്ഷമായിരിക്കുന്ന ശിഷ്യന്മാർ കടന്നു പോകുന്നത് അത് അവർക്ക് നിന്ന് ഭൗതികമായ ചിലത് നേടിയെടുക്കുവാനായിട്ടല്ല. അവർക്ക് മനസ്സിലായി നിത്യജീവന്റെ മൊഴികൾ ഇവനിലുണ്ട്, ഇവന്റെ കൂടെ പോകുവാനായിട്ട് നിത്യജീവന്റെ മൊഴികളുള്ള യേശുവിനോട് കൂടെയാ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രത്യാശ, പുരുഷാരത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിന്റെ കൂടെ പോയാൽ ചിലതൊക്കെ കിട്ടുമെന്നാണ്. നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ സൗഖ്യം പ്രാപിച്ചവരെ 10 കുഷ്ഠരോഗികൾ. അത് 9 പേരും പോയി, ഒരുവൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ യേശുവിന്റെ കൂടെ ഈ ലോകത്തിൽ പോകുന്നത് ഭൗതികമായ ചില നന്മകൾക്കും ഭൗതികമായ ചില വിടുതലുകൾക്കും വേണ്ടി ക്രിസ്തുവിൽ ഈ ആയുസ്സിൽ പ്രത്യാശ വെച്ച് പോകുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ചില ന്യൂനപക്ഷമുണ്ട്. നിത്യജീവന്റെ മൊഴികൾ ഇവനിലുണ്ട്. ഇവൻ തന്നെയാ വഴിയും സത്യവും ജീവനും. ഇവനിലൂടെ നിത്യരാജ്യത്തെത്താമെന്നും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ അദൈവിക ഭവനത്തിലേക്ക് പോകുവാൻ ഇവനിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ ചുടടയാളം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവരുടെ കുരിശ് വഹിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ പുറകെ പോകുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോസ്തലൻ പറയുന്നത് ഇപ്രകാരമാണ്: അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാ വിടുവിക്കുന്നത്? മരണത്തിനതീതമായ ശരീരത്തിന് വിടുവിക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ഈ ആയുസ്സിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച നന്മകൾ വാങ്ങിച്ച് ഈ ആയുസ് കൊണ്ട് തീരാനായിട്ടല്ല, മരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. അതിനുവേണ്ടി പൗലോസ് വീണ്ടും പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്ന്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് ഒരു നിത്യതയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. കേവലം ഈ ആയുസ്സിലെ നന്മകൾ കൊണ്ട്, ഈ ആയുസ്സിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിനെ പിൻപറ്റേണ്ടത്. ഈ ആയുസ്സിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ക്രിസ്തുവിന്റെ പുറകെ പോകേണ്ടത്. ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ മുമ്പേ ഓർപ്പിച്ച പോലെ അവനവന്റെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായവൻ നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ ആയുസ് കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഈ ആയുസ് കൊണ്ട് ഇല്ലാതാകുന്നതല്ല നമ്മുടെ ജീവിതം. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഇന്ന് പലകാലത്തെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായവൻ നമ്മുടെ അകത്തു വരേണ്ടതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തെ അവന് വേണ്ടി തുറന്നു കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ എന്നോട്, ഞാൻ അവനോട് വർത്താനം കഴിക്കും. ഈ പകല് ലോകത്തിലെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെക്കേണ്ടത്. അങ്ങനെ ഈ ലോകത്തിലെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ അത് പൗലോസ് പറഞ്ഞ സകല മനുഷ്യരും
ഈ ലോകത്തിലെ സകല നന്മകളും സമർപ്പിക്കൊണ്ട് തീർന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു കർത്താവിന്റെ പിന്നാലെ പോകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണമെന്ന് ഈ പകൽക്കാലം ഓർപ്പിക്കുക. ഇവിടുത്തെ നന്മകളും ഇവിടുത്തെ അനുഗ്രഹങ്ങളും ഒക്കെ ഇവിടെ കൊണ്ട് തീരുന്നതാണ്. ഇന്ന് പകൽക്കാലത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ പുറകെ പോകുന്നവൻ ഭൗതികമായ നന്മകൾക്കും മാത്രം പുറകെ പോകാം. നിത്യഭവനത്തിൽ എത്തിച്ചേരേണ്ടതിന് വേണ്ടി യേശുവിനെ കർത്താവ് വിശ്വാസമായി സ്വീകരിച്ച് അവന് വേണ്ടി മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതുകൊണ്ട് ഭക്തൻ പറയുന്നു, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കാതെ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കാതെ, ഈ ആയുസ്സില് ക്രിസ്തുവിന്റെ ഭൗതികമായി ചില നന്മകൾ മാത്രം പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ക്രിസ്തുവിനോട് കൂടെ വാഴേണ്ടതിന് അവന്റെ ഭാവം നമ്മളുണ്ടായിരിക്കുവാൻ, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മളുണ്ടായിരിക്കുവാൻ ഇന്ന് പകർത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സ്നേഹിതരായ രാത്രി ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, കേവലം ഭൗതികമായ നന്മകൾക്ക് മാത്രം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാതെ, കേവലം ഭൗതികമായ വിഷയങ്ങളെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാതെ, ഇന്ന് പകൽക്കാലം അത് നിത്യജീവന്റെ മൊഴികളുള്ളവന്റെ പുറകെ പോകുവാൻ തക്കവണ്ണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവന്റെ പുറകെ പോകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ നിന്ന് ഭൗതികമായ നന്മകൾ മാത്രമല്ല പ്രാപിക്കേണ്ടത്, നിന്റെ ജീവന്റെ ദൈവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണേണ്ടതിന് അവനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ രാത്രി കാലം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വളരണം. കേവലം അവൻ ഭൗതികമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ പിൻപറ്റാതെ യഥാർത്ഥമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം. പത്രോസിനോട് ചോദിക്കുന്നു, ക്രിസ്തു നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? കേവലം പത്രോസേ, മത്സ്യം നിന്റെ പടക് നിറച്ചു കിട്ടിയത് കൊണ്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? കേവലം ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കൊണ്ടാണോ നീ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നവെന്ന് പത്രോസിനോട് ദൈവം ചോദിക്കുക. നിനക്ക് കിട്ടിയ പടകിനേക്കാൾ അധികമായി, നിനക്ക് കിട്ടിയ മത്സ്യത്തെക്കാൾ അധികമായി, നിന്റെ വലയേക്കാൾ അധികമായി, നിന്റെ കുടുംബത്തെക്കാൾ അധികമായി, നിന്റെ സകല നന്മകളെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് പകൽക്കാലം ഈ ആയുസ്സിൽ കേവലം ഭൗതികത്തെയും കുടുംബത്തെയും മാത്രം സ്നേഹിച്ച് മുന്നേറുവാനായിട്ടല്ല, ഈ ആയുസ്സിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. നമുക്കൊരു നിത്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതെ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തെ ആരെങ്കിലും കാലത്തെ രാത്രികാലിനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ഈ ലോകത്തിൽ മാത്രം നന്മകൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അവയെ അനുകരിക്കുന്നവരായി തീരാതെ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന്റെ പാതയെ പിൻപറ്റുവാൻ തക്കവണ്ണം, നിത്യജീവന്റെ മൊഴി നേടിപ്പോയ ശിഷ്യന്മാർ അവന്റെ പാത പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കേവലം ആഹാരത്തിന് വേണ്ടിയുള്ളവരും, കേവലം സൗഖ്യത്തിന് വേണ്ടിയുള്ളവരും, സൗഖ്യവും കാര്യസാധ്യവും കണ്ടു കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ, ക്രിസ്തു ശിഷ്യന്മാര് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ക്രിസ്തുവിനെ സ്വീകരിച്ചത്, ക്രിസ്തുവിന്റെ കൂടെ നടന്നത്. അവർ പറഞ്ഞ ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിലുണ്ടെന്ന്, ഞങ്ങളിലൂടെ അത് ക്രിസ്തുവിനെ അനേകരും വായിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളിലൂടെ ക്രിസ്തുവിന്റെ പാത അനേകര് പിന്തുടരുവാൻ തക്കവണ്ണം, ഞങ്ങളിലൂടെ ക്രിസ്തുവിനിലൂടെ അനേക ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ തക്കവണ്ണം ഇടവരേണ്ടതിന് അവർ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ
നേരെ മറിച്ച് ക്രിസ്തുവിനെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചത്. ഇന്ന് പകൽക്കാലം ഈ ലോകത്ത് നിനക്കൊന്നും ലഭിച്ചില്ലെങ്കിലും, ഇവിടെ കഷ്ടതയാണെങ്കിലും, ഇവിടെ പ്രയാസമാണെങ്കിലും, നന്മയുണ്ടെങ്കിലും, പ്രവാചകൻ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം കത്തി തളർത്തില്ലെങ്കിലും, മുന്തിരി അനുഭവം തന്നില്ലെങ്കിലും, ഗോശാലകളിൽ അതിന്റെ എണ്ണം ഇല്ലാതെ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, കേവലം ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്, ഇനി പകൽക്കാലം നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. ഇനി പകൽക്കാലം നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പകൽക്കാലം ഈ പുസ്തകത്തിൽ, എന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി കാണേണ്ടതിന് വേണ്ടി ദൈവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെ പോക്കി ശുദ്ധീകരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ പാപത്തെ ശുദ്ധീകരിച്ച് ഇനി പകൽക്കാലം ഹൃദയത്തിന്റെ കവാടത്തിൽ വന്ന് മുട്ടി വിളിക്കുന്ന ആശ്രയന്റെ ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിച്ചാൽ ദൈവത്തിന് വന്ന് പറയുന്നു, അവൻ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും ആഹാരം കഴിക്കും. കേവലം ഭൗതിക നന്മകൾക്കപ്പുറമായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിന്റെ ചുടടയാളം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ദൈവം തരുന്ന സമയമത്രയും ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവമായി നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി, വലിയ വിടുതലുകൾക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ദൈവമായ കർത്താവേ, ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ മാത്രം ആശ്രയം വെച്ച് ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിന്റെ പിറകെ പോകാതെ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടെന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ, അങ്ങേ പിൻപറ്റുവാൻ തക്കവണ്ണം സ്വന്തം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സറിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനകളായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.